എനിക്ക് മരടേനീഷായിട്ടൊരു വഴക്കില്ല, ഹക്കിയുമായിട്ടൊരു വഴക്കില്ല, എന്താ അനന്തു എനിക്ക് വഴക്കില്ല. ഇതെന്തിനാണ് അവർ എന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഹക്കീം എന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇന്നോളെ പിള്ളേർ. അപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് ഐ ഡോണ്ട് ഹെയ്റ്റ്. എൻ്റെ ഒരു കോമ്പറ്റീറ്റർ അല്ല സത്യത്തിൽ. ഈ ക്ലബ് 18 ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ആ ക്ലബിൽ ആ പാർട്ടി ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് സൈബർ സെക്യൂരിറ്റി കമ്പനി ഉണ്ട്. താനെന്താ ഈ പറയണേ? അന്ന് വേണമെങ്കിൽ ഫഹദ് എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് ഫഹദിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. 20 ദിവസം എൻ്റെ വീട്ടിലാണ് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആവശ്യമാണ്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഡയലോഗ്സ് ഉണ്ട്. ആ 20 ദിവസം ചിരിച്ച മാതിരി എൻ്റെ ലൈഫിൽ ഞാൻ ചിരിച്ചിട്ടില്ല. ന്യൂയോർക്കിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് അവരെ ചിരിപ്പിക്കണേ. ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് നീ ഫ്രീ ആയിട്ട് ചിരിച്ചു. അതുപോലും പുള്ളി ഹ്യൂമറിലടിക്കും. എനിക്ക് നൻപിന് ആരാന്ന് അറിയാവുന്നില്ലായിരുന്നു. ഞാൻ അയിമറ്റും ഞാനയാളെ കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. എനിക്ക് അവൻ്റെ പൈസ ആവശ്യമില്ല, എനിക്ക് അവനെ കൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തുടർച്ചയായി ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന റീൽസ് എന്ന് പറയുന്നത് OGനെ ടാർഗറ്റ് ചെയ്യുന്ന റീൽസാണ്. ഓക്കെ, അപ്പോൾ 2-3 ഇൻസ്റ്റഗ്രാമേഴ്സ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് സുനിൽ ജീനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടിയില്ല. ഒരു പിടിയില്ല. എനിക്ക് മരടേനീഷായിട്ടൊരു വഴക്കില്ല, ഹക്കിയുമായിട്ടൊരു വഴക്കില്ല, എന്താ മാൻഡ്രേക്കോ അങ്ങനെ ഒരു എന്താ അനന്തു എനിക്ക് വഴക്കില്ല. ഇതെന്തിനാണ് അവർ എന്നെ ടാർഗറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ചെയ്തോട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുള്ളൂ, എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ റിയാക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ എൻ്റെ എംപ്ലോയിയെ ടാർഗറ്റ് ചെയ്താൽ നമ്മൾ റിയാക്റ്റ് ചെയ്യണം. അതാണ് എൻ്റെ ശരി. ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഇവരൊക്കെ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹക്കീം എന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആനന്ദും എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈല് ഷൂട്ട് ചെയ്യാനായിട്ട്. ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ട്. എന്നിട്ടും പിന്നെ എന്താണ് ഞാൻ അറിയില്ല. ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാനാരെയും ഹെയ്റ്റ് ചെയ്യാറില്ല. പിന്നെ അവർ പിള്ളേർ, ഇന്നോളെ പിള്ളേർ. അപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് ഐ ഡോണ്ട് ഹെയ്റ്റ്. എൻ്റെ ഒരു കോമ്പറ്റീറ്റർ അല്ല അവർ സത്യത്തിൽ. സോ ഐ ഡോണ്ട് നോ അവരാര് ഇൻസ്റ്റിഗേറ്റ് ചെയ്താണ് ഇതൊക്കെ ചെയ്യണതെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ വിത്ത്. യെസ് ഓഫ് കോഴ്സ്. അപ്പം OG ഒന്ന് ഒതുങ്ങിപ്പോയത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഇത്ര വലുതായത്. പണ്ടത്തെ OG ആയിരുന്നെങ്കിൽ ഇത് പണ്ടേ തീർത്തേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? വെൻ യു ഗ്രോ ഓൾഡ് ആ ഒരു പേസിൽ ഇങ്ങ് പോവും. നമ്മുടെ ഔട്ട്ലുക്ക് മാറും, നമ്മുടെ ഏർജ് മാറും, നമ്മുടെ പല കാര്യങ്ങളും മാറും. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ്. എനിക്ക് വേണമെങ്കിൽ തല എയർ പ്ലാൻ ചെയ്യാം, മൂവി സ്റ്റാർസിൻ്റെ മാതിരി. ഐ ക്യാൻ അഫോർഡ് ഇറ്റ് ഈസിലി. മനസ്സിലായോ? ഞാൻ അങ്ങനത്തെ ഒരു നേച്ചറല്ല. ഞാൻ പച്ചയായൊരു മനുഷ്യനാണ്. എന്താണ് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ തൻ്റെ ചോദ്യത്തിൽ എൻ്റെ യങ് ഏജിൽ ഓക്കെ വെൻ ഐ വാസ് 20s 30s അങ്ങനത്തെ ഒരു ഏജിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഐ വിൽ റിയാക്ട് ഇൻ അനദർ ഇത്. അപ്പോൾ അവർ ജനിച്ചിട്ടില്ല, ഈ പറയണ 3 പേരും ജനിച്ചിട്ടില്ല. ഓക്കെ, സോ നമ്മൾ വേറെ ലൈനിൽ ആയിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഐ മീൻ പീസ്ഫുൾ ആൻഡ് അതെങ്ങനെ പോകണം. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മുടെ ഒരു ലോ ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. ആ ലോ അത് വി ഹാവ് ടു ബി ലോ അബൈഡിങ് പേഴ്സൺ. അപ്പം അങ്ങനെ ഞാൻ തിങ്ക് ചെയ്യത്തുള്ളൂ. കുറേ കോൺട്രവേഴ്സീസ് കേൾക്കുന്ന കൂട്ടത്തിൽ ഒരു കോൺട്രവേഴ്സിയാണ് ഈ ക്ലബ് 18. എന്താണ് ആക്ച്വലി ക്ലബ് 18? എനിക്കും പിടികിട്ടിയിട്ടുള്ളൂ. അത് ഞാനത് തിരക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഈ ക്ലബ് 18 ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. എനിക്കൊരു പിടിയില്ല ഇതിനെപ്പറ്റി. ശരിക്കും ഞാനും ഇത് ആലോചിക്കാറുണ്ട്, ഇവരെന്തൊക്കെയാണ് പറയണേ. ഇവരെപ്പോഴെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്തുകൊണ്ട് അവർ ആ പോലീസ് സ്റ്റേഷനിൽ ഇവരിത് പറയുന്നില്ല? അവർക്ക് ആ കേസ് അന്വേഷിച്ച ഓഫീസർ എടുത്ത് അവർക്ക് എന്തുകൊണ്ട് പറയാൻ പാടില്ല? എനിക്ക് അതാണ് ഒരു പിടിയില്ലാത്തത്. ഇത് വെറുതെ കിടന്ന് പറഞ്ഞ് കുരച്ചോണ്ടിരിക്കുക. ഇഫ് ദർ ഈസ് സംതിങ് നിങ്ങൾ പറയേ, വേണമെങ്കിൽ ഞാനും വരാം. നിങ്ങൾ പറയേണ്ടപ്പം വേണോ ഇനി ഞാനും വരാം. ഐ ഡോണ്ട് ഹാവ് നോ പ്രോബ്ലം. അത് ഒരു എന്താ പറയണേ, ഇവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും അന്തം വിടുക. ഇതെന്താ ചെയ്യുന്നത്? ആ ക്ലബിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്ലബിൽ ആ പാർട്ടി ചെയ്യാൻ പോയിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അപ്സെറ്റായൊരു സംഗതി. ഇവരായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല.
സോ ലെറ്റ് ദം, ഞാൻ ആ ഓഫീസർ ആരാം, ഞാനും വരാം. ആൻഡ് യു ടെൽ ദം. അതല്ല അതിൻ്റെ ഒരു ശരി. അല്ലാണ്ട് വെറുതെ അത് ചെയ്ത് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയ കിടന്നിട്ട് കുറച്ചുണ്ട് എന്ത് കാര്യം അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ 1 ലക്ഷം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കിയപ്പം യൂറോപ്പിൽ പോയി എന്താ പറയണേ, യൂറോപ്പ് കറങ്ങണം. അത് തന്നെ. അത് നമ്മൾ യൂറോയിൽ ട്രെയിനിൽ വെൻ യു ഗോ ത്രൂ പോളണ്ട് യു ഹാവ് ടു സീ ദ സീനറീസ്. അതൊക്കെ അങ്ങനത്തെ സംഗതികൾ ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ 10 വയസ്സില്ലാത്തപ്പോൾ 1980 ഹിമാലയത്തിൽ മറ്റേ മണാലി പോയിട്ട് അവിടുന്ന് ജർമ്മൻകാരുടെ ബസ്സിൽ നിലത്തിരുന്ന് കുലു വാലിയിലേക്ക് പോയിട്ട് അവിടുന്ന് ഡാജ കിലോങ് അവിടെ പോയിട്ട് വാലി ഓഫ് ഫ്ലവേഴ്സ് ബഹളം. ക്യാമറയില്ല. ബട്ട് ദാറ്റ്സ് ഓൾ മൈ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ഇപ്പം ഒരുപാട് റെയ്ഡും ഇങ്ങനെ സൈബർ അറ്റാക്സും ഒക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ലൈഫിൽ ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വേണമായിരുന്നോ എന്ന്? റെയ്ഡാ? അത് പണ്ടല്ലേടോ. ആ, അതൊക്കെ സൈബർ അറ്റാക്കാ? എനിക്ക് സൈബർ സെക്യൂരിറ്റി കമ്പനി ഉണ്ട്. താനെന്താ ഈ പറയണേ? സൈബർ അറ്റാക്കാ? ഓക്കെ, ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടായ ടൈമിൽ എല്ലാവർക്കും ജീവിതത്തിൽ ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് നേടാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയായിരുന്നോ? അതെന്താണ് ഡിപ്രഷനിൽ പോണേ? താൻ ജനിച്ചപ്പോൾ 10 വയസ്സും കൊണ്ടാണോ ഇറങ്ങി വന്നപ്പം എൻ്റെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ്, സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇറങ്ങി വന്നത്? അല്ല, എൻ്റെ ലൈഫ് തുടങ്ങുന്നത് 18,000 rupees. ഞാൻ എൻ്റെ ഐ എം റിച്ച്, എൻ്റെ ഫാമിലി ഈസ് റിച്ച്, ബട്ട് ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ വിത്ത് 18,000 rupees. ആ 18,000 കൊണ്ട് എന്ത് ചെയ്തു? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. And I was number 1 in Cochin Stock Exchange. Okay? So I ruled Cochin Stock Exchange. ആദ്യമായി കിട്ടിയ പൈസ 18,000 ആയിരുന്നോ? അല്ലെങ്കിൽ അല്ല, what was your first അതല്ല, salary? that was my capital. Okay. That was my So what capital. was your first profit? I told you when I made 1 lakh, I went to Europe. That was your first. First, അത് അടിച്ച് തീർത്തിട്ട് പോകും. എനിക്ക് സേവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം. I don't have to save. ഉണ്ടല്ലോ. അത് തന്നെ. ഓക്കെ, ഇപ്പം ഞാനൊരു ഫോട്ടോ കാണിക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിലുള്ള മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്താൽ വളരെയധികം സന്തോഷമായിരിക്കും. ഏത് ഫോട്ടോ ആണ് എടുത്ത് വച്ചേക്കണേ? എനിക്ക് വയ്യ. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തായിരിക്കും, അല്ലാണ്ട് വേറെ പോസ്റ്റ് ഒന്നും ഞാൻ തന്നെ എല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അത് എൻ്റെ വൈഫും മകളുവാ. അത് തന്നെ. ആ ഫോട്ടോ എങ്ങനെയുണ്ട്? എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത്രേ ഉള്ളൂ. ഓജി അല്ലെങ്കിൽ അടിപൊളി. പിന്നെ അതെനിക്കറിയാം. സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് ആണോ മെയിൻ? യെസ്. നമ്മൾ എവിടെ കയറി ചെല്ലുമ്പോഴും if you are confident, then success. Okay, money ഇല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് വരൂ. വേണ്ടോ? That's it. അങ്ങനെ ആ കോൺഫിഡൻസിന് മണിയുടെ ആവശ്യമില്ല, ഞാൻ പറയാം. ഓക്കെ, അതെ. നമ്മളെങ്ങനെ ബിൽഡ് ചെയ്യും, നമ്മളെങ്ങനെ ഇത് ചെയ്യുന്നു, അതിന് പൈസ വേണ്ട. ആ കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ. നമ്മളൊരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് നമ്മൾ സൈക്കിളിൽ പോയി ഇറങ്ങിയാലും ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അതിനൊരു വെയിറ്റ് ഉണ്ടോ. അതാ. ഇപ്പോൾ ഒരുപാട് മൂവീസ് എല്ലാം കണ്ടു വളർന്ന ഒരാൾ എന്ന നിലയ്ക്ക്, ഒരുപാട് ഫിലിം ആക്ടേഴ്സായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഫഹദ് ഫാസിലായിട്ടുള്ള ഒരു നല്ല മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? ഫഹദായിട്ട് ഇപ്പം എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അന്ന് 22 ഫീമെയിൽ പിടിച്ചപ്പം യെസ് ഓഫ് കോഴ്സ് അന്ന് വേണമെങ്കിൽ ഫഹദ് എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ഇന്ന് ഫഹദിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കാരണം ഫഹദിനെ കാണാൻ പോണില്ല, അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാതെ കാണാൻ പറ്റില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ആരും കാണാൻ താല്പര്യമില്ല. അങ്ങനെയൊന്നുമില്ലടൂ. എന്തിനാ അവരവരുടെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ സ്റ്റാർസ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദെയർ, ബട്ട് ഐ മിസ് ഇന്നസെൻ്റ് ഏട്ടൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ദിവസം എൻ്റെ വീട്ടിലാണ് ഇന്നസെൻ്റ് ഏട്ടൻ താമസിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ തറവാട്ടിൽ മമ്മുക്കോയ ലെഫ്റ്റ് സൈഡിൽ കോട്ടേജിൽ ഫ്രണ്ട് റൂമിൽ ഇന്നസെൻ്റ് ഏട്ടൻ, അതിന് തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാനും അവിടെ തന്നെ താമസിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം. വൈകുന്നേരം ആകുമ്പം ഞങ്ങളെല്ലാം കൂടി ഒരു സഭയുണ്ട്. അപ്പോൾ ഞാൻ ചാള വറക്കും. ചാള വറപ്പിച്ചിട്ട് ജൂഡി ഫാങ് എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ഉണ്ട്, ബ്രാൻഡി. ഞങ്ങൾ വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ കൂടും. ആ സമയത്ത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഡയലോഗ്സ് ഉണ്ട്. ആ 20 ദിവസം ചിരിച്ച മാതിരി എൻ്റെ ലൈഫിൽ ഞാൻ ചിരിച്ചിട്ടില്ല. പുള്ളിയുടെ ഡയലോഗ്സ്, ആ ചിരിക്കുമ്പം പുള്ളി പറയും, ചിരിച്ചോ, ഫ്രീ ആയിട്ട് ചിരിച്ചോ. എന്നെ ന്യൂയോർക്കിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് അവരെ ചിരിപ്പിക്കണേ.
ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് നീ ഫ്രീ ആയിട്ട് ചിരിച്ചോ. അതുപോലും പുള്ളി ഹ്യൂമറിലടിക്കുക. ആ 20 days എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് എ ബിഗ് എക്സ്പീരിയൻസ് ഫോർ മീ, ബിക്കോസ് ഇവരായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവരായിട്ടുള്ള ഇതും എൻ്റെ ഒരു സിനിമയിൽ പുള്ളി ആക്ട് ചെയ്തതാണ്. വലിയൊരു ആക്ടറാണ് ഇന്നസെന്റ് ഏട്ടൻ. നമ്മുടെ ഇടയിൽ നിന്നെല്ലാം പിരിഞ്ഞു പോയെങ്കിൽ പോലും ഓഫ് കോഴ്സ് അങ്ങനെ വലിയ ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ബട്ട് ഫോർ മീ പുള്ളി എന്ന് പറയണത് ഒരു അങ്ങനത്തെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. സോ വെരി ഇൻട്രസ്റ്റിംഗ് ഹ്യൂമൻ ബീയിങ്. അങ്ങനെ ലോട്ട് ഓഫ് പീപ്പിൾ നമ്മൾ പലരായിട്ടും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതാ പണ്ടത്തെ മൂവിയും ഇപ്പോഴത്തെ മൂവിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെന്താണോ ആരും പറയാത്തത്. പണ്ട് കാരവനില്ല. അപ്പം മൂവി പല സെറ്റിലും മൂവിയുടെ ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പം കാശ്മീരം പിടിക്കുമ്പം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തുചേരും. ആ ഷൂട്ട് കഴിഞ്ഞ് ഒരു 8 മണിക്ക് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർത്ത് ഒരു ഡ്രിങ്കൊക്കെ അടിച്ച് തമാശയും പറഞ്ഞ് അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഇറ്റ്സ് ഓൾ എന്താ പറയുക, എല്ലാം പക്ക പ്രൊഫഷണൽ കഴിഞ്ഞു പോയി. സെൻറ്റേർഡായി. എവറിത്തിങ് ഹസ് ചേഞ്ച്ഡ്. ഭയങ്കര ചേഞ്ച് വന്നു കഴിഞ്ഞു. അതെ, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര രസമായിരുന്നു. അതെ, ഞാൻ പല ഷൂട്ടിലും പലയിടത്തും ഞാൻ പ്രസൻ്റ് ആവാറുണ്ട്. ഐ മീൻ ഐ യൂസ് ടു സ്റ്റേ വിത്ത് ദം. അതെ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസർമാർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇത് ചെയ്യുമായിരുന്നു. വെട്ടം പിടിച്ചപ്പോഴാണ് ഞാൻ ജാക്കി ഷറോഫായിട്ട് ക്ലോസ് ആവണേ. ദെൻ വെൻ ഐ യൂസ് ടു ഗോ ടു ബോംബെ ഞാൻ ജാക്കിയായിട്ട് കാണുമായിരുന്നു. അങ്ങനെ സോ ലൈക്ക് ദാറ്റ്. പിന്നെ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഗതി എന്താണെന്ന് വെച്ചാൽ, സിനിമയെ പറ്റി പറഞ്ഞ കാരണം ഞാൻ പറയാം, എനിക്ക് സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, മരിച്ചുപോയ സിദ്ദിഖ്, ഞാൻ ഇങ്ങനത്തെ ഒരു ഇത്രയ്ക്ക് ഒരു ജെനുവിൻ ആൻഡ് സിമ്പിൾ ക്യാരക്ടറെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, സിദ്ദിഖിനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 91 മുതലൊക്കെ എനിക്ക് സിദ്ദിഖിനെ അറിയാമായിരുന്നു. ഞാനും സിദ്ദിഖും കൂടി ഒരു ബോളിവുഡ് സിനിമ പ്ലാൻ ചെയ്തു. പുള്ളിയുടെ നമ്മുടെ സൽമാൻ ഖാൻ മൂവി കഴിഞ്ഞിട്ട് ഞാൻ സഞ്ജയ് ദത്തിനെ വെച്ചിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ മറ്റേ തിരുവനന്തപുരം ഇതിനകത്ത് മൂവി ഉണ്ടല്ലോ, രാജമാണിക്യം. എക്സാക്ട്ലി, രാജമാണിക്യത്തിൻ്റെ കാസറ്റായിട്ട് ഞാനും സിദ്ദിഖും കൂടി ബോംബെക്ക് പോകണം. അപ്പം ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുക. ആദ്യത്തെ ഷോക്ക് എനിക്ക് തന്നത് ഞങ്ങൾ രണ്ടും കൂടി എയർപോർട്ടിൽ ലോഞ്ചിലിരിക്കുമ്പം സൂര്യ വന്നിട്ട് സിദ്ദിഖിൻ്റെ കാല് തുടങ്ങും. ഞാനിങ്ങനെ ഠും എന്ന് പറഞ്ഞൊരു ഇടി കിട്ടാ. അത് കഴിഞ്ഞ് ഗുഡ് നൈറ്റ് മോഹൻജനുണ്ട്. ഗുഡ് നൈറ്റ് മോഹൻജനാണ് എൻ്റെ അടുത്ത് എല്ലാം അപ്പോയിൻമെൻ്റ് എല്ലാം സെറ്റ് ചെയ്തേക്കണേ സഞ്ജയ് ദത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ സിദ്ദിഖ് ഞാനും കൂടി സഞ്ജയ് ദത്തിൻ്റെ വീട്ടിൽ പോകുന്നു. രാജമാണിക്യം സിനിമയിട്ട് കാണുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിരിക്കുകയാണേ. സഞ്ജയ് ദത്ത് പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, എന്നാ ഷൂട്ട് ചെയ്യേണ്ടതെന്ന്. വെൻ യു വാണ്ട് ടു സ്റ്റാർട്ട് ദ ഷൂട്ട്. ഞങ്ങളുണ്ടല്ലോ ഷോക്ക്ഡ് ആവുകയാണ്. ബിക്കോസ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത്. ഞങ്ങളെ സിനിമ കാണുന്ന ആൻഡ് വെരി നെക്സ്റ്റ് മിനിറ്റ് ഹി എഗ്രീഡ് ഫോർ ദാറ്റ് മൂവി. ഞങ്ങൾ 3 പേര് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം സിദ്ദിഖ് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, വിൽ ഡു ഇറ്റ്, ഗിവ് മീ ലിറ്റിൽ ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോംബെക്ക് ഷിഫ്റ്റ് ആവണം. ഓക്കെ, ബോംബെക്ക് ഷിഫ്റ്റായി നമ്മൾ പൂനെയിൽ ലൊക്കേഷൻ അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 6-8 മാസം ബോംബെയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് പുള്ളിക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നതും പുള്ളി ജയിലിൽ പോകണം. അങ്ങനെ ഞങ്ങളുടെ ബോളിവുഡ് മോഹം കത്തിത്തീർന്നു. ഞാനതോടുകൂടി അത് വിട്ടു. അത് വലിയ വീട്ടിലായിരുന്നു അതിൻ്റെ സിനിമ. ഞാനപ്പോൾ അതിൻ്റെ റൈറ്റ്സ് മേടിക്കണോ അത് ഇതെല്ലാം. അയ്യോ, ഐ ഡിഡ് ലോട്ട് ഓഫ് തിങ്സ്. സോ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടില്ല. സച്ച് എ ജെനുവിൻ പേഴ്സൺ. അതെ, ഞങ്ങൾ നല്ലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മിസ്സിങ് ഒന്നുമില്ലടൂ. നോ, ഐ ഡോണ്ട് മിസ് ഹിം, ബട്ട് ഹി വാസ് എ ഗുഡ് ഗായ്. നമ്മൾ അങ്ങനെ
നമ്മൾ ജനിച്ചാൽ മരിക്കും, അത്രേ ഉള്ളൂ. ചിലത് നേരത്തെ പോവും, ചിലത് പതുക്കെ പോവും, അത് തന്നെ. അത് മിസ്സിങ് ഒന്നുമില്ല. അച്ഛൻ അതങ്ങനെയാണത്. ആ അപ്പോൾ എന്തുകൊണ്ട് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ച് കഴിഞ്ഞാൽ ചാര ഒഴുക്കി കഴിഞ്ഞ് അച്ഛൻ. അതാണ് അതിൻ്റെ കറക്റ്റ്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം അൻവിനെ പറ്റിയും ഓജി സാറിനെ പറ്റിയിട്ടുള്ള കമൻസ് ഉണ്ട്. അപ്പം അൻവിനും ഓജി ചേട്ടനും എപ്പോഴാണ് ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? അൻവിനെ മീറ്റ് ചെയ്തിട്ട് 3-4 months back. Okay. And for me, he is a good person. That was your first meet? First meet. Okay. എനിക്ക് അൻവിനെ ആരാന്ന് അറിയാവുന്നില്ലായിരുന്നു. ഞാൻ ഐമറ്റും ആൻഡ് 27 വയസ്സുള്ളൊരു പയ്യൻ ആൻഡ് നൈസ് ഗായ്, ഈസ് ഗുഡ് ടു മീ. നമുക്ക് തോന്നില്ലേ അവനൊരു എന്താ പറയണ, നൈസ് ഗായ്. എനിക്ക് അതിനകത്ത് വേറെ തോന്നിയില്ല. ഞാൻ നോക്കുന്നത് ഞാൻ തന്നെ മീറ്റ് ചെയ്തപ്പം തനിക്ക് എത്ര കാറുണ്ടെന്ന് ചോദിച്ചാ ഓക്കെ, തൻ്റെ വീട് സ്വന്തമാണോന്ന് ചോദിച്ചോ? ഇല്ല അല്ലേ. തനിക്ക് എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചോ? ഇല്ല അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഞാനയാളെ കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആൻഡ് ഹി വാസ് ഗുഡ് ടു മീ. എനിക്ക് അത്ര മതി. അല്ലാണ്ട് എനിക്ക് അവൻ്റെ പൈസ ആവശ്യമില്ല, എനിക്ക് അവനെ കൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തിനാ അതിനേക്കാളും കൂടുതൽ ചോദിക്കണേ? എക്സ്പെക്ട് ചെയ്യണേ നത്തിങ്. ഹി ഈസ് ഗുഡ് ടു മീ, ഐ എം ഗുഡ് ടു ഹിം. യാ, that's it. Okay. Adios amigos. Thank you so much for spending your time with B4 പ്രേക്ഷകർ എല്ലാവരും ഒരു ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ് us അല്ലേ? Yeah, thank you and yes, we had a good time. കുറേ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി, അത് തന്നെ. അല്ലാതെ എല്ലാ പ്രേക്ഷകർക്കുള്ള ഡൗട്ട്സിന് എല്ലാം മറുപടി പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഈ ഒരു ടൈം ഞങ്ങളെ രണ്ടുപേരെയും സഹിച്ചിരുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് വേണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് തന്നെ. അഡിയോസ് അമീഗോസ്.